ഖുറാനിലുള്ള പല ആയത്തുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടാൻ കൊല്ലാൻ പറയുന്നു. അപ്പോൾ ഇത് അറബിയിൽ വായിച്ചിട്ട് ഇങ്ങനെ കണ്ണുനീരൊക്കെ ഒഴിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ ഈണത്തിൽ പറയുന്നത് കേട്ടിട്ട് മാഷാ അല്ലാ എന്നൊക്കെ പറയും. സത്യത്തിൽ ഇതിന്റെ അർത്ഥം എന്താണ്? കാഫിറിനെ കണ്ടെടുത്ത് വെട്ട് കൊല്ലൂ. അല്ലെങ്കിൽ ഇപ്പോൾ സ്വർഗത്തിലെ ഹൂറികളെയൊക്കെ വർണ്ണിക്കുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട്. വളരെ മ്ലേച്ഛമായ രീതിയിലാണ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്. അതായത് സ്ത്രീകളെ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഈ വാചകങ്ങൾ ഖുറാനിലുണ്ട്. അപ്പൊ ഇത് വാപ്പ നിന്ന് ഓതുന്നു, പെൺമക്കൾ ബാക്കിൽ നിന്ന് നിസ്കരിക്കുന്നു, ഇത് ഉറക്കെ ഓതിക്കൊണ്ട്. അപ്പൊ ഇത് എല്ലാവരും കേട്ട് മാഷാ അല്ലാ എന്ന് പറയും. സത്യത്തിൽ ഇതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. അർത്ഥം അറിയുമെന്നുണ്ടെങ്കിൽ കളിക്കൂടൊക്കെ വല്ല മുത്തുജിപ്പി വായിച്ചിട്ട് ആരെങ്കിലും ഇതേപോലെ മാഷാ അല്ലാ എന്ന് പറയും? ഇല്ലല്ലോ. അപ്പോൾ അതിനകത്തുള്ള മ്ലേച്ഛത അത് എത്രമാത്രം ഉണ്ട് എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഇത് മലയാളത്തിൽ പറയണം. അപ്പൊ ഇതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിന്റെ സമയത്ത് ഇത് നമുക്ക് പല രീതിയിൽ പറയാം. ഒന്ന്, വാടാ മോനെ ഇതിങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ സറ്ററിക്കലായിട്ട് ഇതിനെ നമ്മൾ ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ നമ്മളിത് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് എന്ത്? പാരഡികൾ ഇറക്കുക.